السلام عليكم ورحمة الله وبركاته. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയധികം സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അതിരും എതിരുമില്ലാത്ത അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സാണിത്. ഇഖ്റ നോളജ് ഹബ്ബിൽ നിന്ന് പ്രഥമ സനദ് ദാനം ഈ ചടങ്ങിൽ സനദ് ഏറ്റുവാങ്ങിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പുണ്യപ്രവർത്തനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടം തരണം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇഖ്റ നോളജ് ഹബ്ബിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച ഈ മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സാരഥികൾക്കും ഇതിന് സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ദക്ഷിണ കേരളത്തിൽ നമ്മുടെ മറ്റ് ജില്ലകളിലുള്ള സഹപ്രവർത്തകർക്കും ഈ ഒരു സ്ഥാപനം മാതൃകയാണ്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മറ്റു ജില്ലകളിലൊക്കെ ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷാകവചമായി അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദിവ്യ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഇതിവൃത്തം, അതിൻ്റെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്. അൽ ഇൻസാൻ എന്നൊരധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അധിവസിപ്പിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലാണ്. വൽ അർള വലാഹാ ലിൽ അനാം. ഈ ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാപ്രപഞ്ചത്തെ ഒരുക്കി വച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് അളവറ്റ ദയാപരനാണ്, കരുണാമയനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രകാശിപ്പിക്കുന്ന അവൻ്റെ സുന്ദര നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അർ റഹ്മാൻ എന്നുള്ളത്. റഹ്മാൻ എന്ന പേരിൽ, അർ റഹ്മാൻ എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: الرحمن علم القرآن خلق الإنسان علمه البيان. പരമകാരുണികൻ, അവൻ്റെ കാരുണ്യം നമുക്ക് പെയ്തിറങ്ങുന്നത് ഏതിലൂടെയാണെന്നോ? അല്ലമൽ ഖുർആൻ. റഹ്മാനായ റബ്ബ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഈ കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ കാര്യം കൂടി പഠിച്ചവൻ പറയുന്നത്.
ഖലഖൽ ഇൻസാൻ, ആ റഹ്മാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലമഹുൽ ബയാൻ, ആ മനുഷ്യന് ആശയവിനിമയ ശേഷി, നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാനുള്ള മഹത്തായ അനുഗ്രഹം നൽകിയത് അള്ളാഹുവാണെന്ന്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ റഹ്മത്ത് ഈ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലമൽ ഖുർആൻ എന്നാണ്. അള്ളാഹുവാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഖുർആനിൻ്റെ വചനങ്ങൾ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. റസൂലുള്ള അത് 23 വർഷ കാലയളവിനുള്ളിൽ തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചു. അവരെ ഖുർആൻ പഠിപ്പിച്ച രീതി നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ 5 സൂക്തങ്ങൾ അവതീർണമാകുന്ന ആ സന്ദർഭം മുതൽ അവസാനത്തെ സൂക്തമെന്ന് പറയപ്പെടുന്ന സൂറ അൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൻ്റെ ഇടയിൽ നമ്മൾ ചേർത്ത് വായിക്കുന്ന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ സൂക്തങ്ങൾ അവതരിച്ചു തുടങ്ങി പൂർത്തീകരിക്കുന്ന 23 വർഷ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ ജീവിച്ച മനുഷ്യരെ അവരെ പരിവർത്തിപ്പിക്കുകയും അവരെ മാറ്റുകയും അവരിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ അനുയായികളായ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നോ? ജീവിതത്തിൽ നിർഭയത്വം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കേണ്ട ഒരവസ്ഥ ഖുർആനിൻ്റെ ഒരു അനുയായിക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് നിർഭയത്വം നൽകുന്നത് നമ്മുടെ ഈമാനാണ്. ഈമാൻ, വിശ്വാസം, അത് ആരുടെ മനസ്സിലുണ്ടോ അവന് അമ്നുണ്ട്, നിർഭയത്വമുണ്ട് എന്നാണ്. കാരണം നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് അള്ളാഹുവിലാണ്. ആരാണ് അള്ളാഹു? വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളവനാണ് അള്ളാഹു. നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാഡിയേക്കാൾ നമ്മോട് സമീപസ്ഥൻ. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മാത്രമല്ല, നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു ദുആയുണ്ട്. യാത്ര പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഉണർന്നിരുന്ന് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്ന വിശ്വാസം, അതാണ് നമുക്ക് നിർഭയത്വം നൽകുന്നത്. യാത്രയിൽ നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അന്ത സ്വാഹിബു ഫി സഫർ, അല്ലാഹുവേ എൻ്റെ ഈ യാത്രയിലെ സഹയാത്രികൻ നീയാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരാളാണ് പോകുന്നതെങ്കിലും അന്ത സ്വാഹിബു ഫി സഫർ, എൻ്റെ ഈ യാത്രയിലെ സഹയാത്രികൻ നീ എൻ്റെ കൂടെ ഉണ്ട് റബ്ബേ. എനിക്ക് ആരെ പേടിക്കണം? ഇനി വീട് വിട്ടിറങ്ങുമ്പോൾ വീട്ടുകാരെ നോക്കാനോ? വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, എൻ്റെ കുടുംബത്തിൻ്റെ ഖലീഫയായി നിന്നെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുഅ്മിനിന് എന്ത് പേടിക്കണം? ഇതാണ് ശരിക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന നിർഭയത്വം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഖുർആൻ ആദ്യമായി പഠിപ്പിക്കുന്നത് അല്ലാഹുവിലുള്ള നിഷ്കളങ്കമായ, നിഷ്കപടമായ, നിർവ്യാജമായ, ഖാലിസായ ഈമാൻ നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കണം. അത് ദൃഢമാകണം. അങ്ങനെയാണെങ്കിൽ ആ മുഅ്മിനിന് ഈ ലോകത്ത് അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കേണ്ടി വരില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്.
ശിർക്ക്പരമായ വിശ്വാസങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പലതിനെയും പേടിക്കേണ്ടി വരും. പലരുടെ മുമ്പിലും അവന് സുജൂദ് ചെയ്യേണ്ടി വരും. പലർക്കും അവൻ നേർച്ച വഴിപാടുകൾ നടത്തേണ്ടി വരും. പലരോടും അവൻ ദുആ ഇറക്കുന്നുണ്ടാകും, സഹായാഭ്യർത്ഥന നടത്തുന്നുണ്ടാകും, ഇസ്തിഗാസ നടത്തുന്നുണ്ടാകും. ഖുർആൻ പറയുന്നു, വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, വിശ്വസിക്കുകയും തങ്ങളുടെ ഈമാനിൽ വിശ്വാസത്തിൽ, ദുൽം എന്ന് പറഞ്ഞാൽ അശ്ശിർക്ക്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും തന്റെ ഈമാനിൽ കടന്നുകൂടിയിട്ടില്ല എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം. ആരെയും പേടിക്കേണ്ട. പിന്നെ വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ശരിക്ക് സന്മാർഗം പ്രാപിച്ചവരെന്നാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിന്റെ സന്മാർഗത്തെക്കുറിച്ച് നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയുണ്ടായി. നമുക്ക് കിട്ടേണ്ട സന്മാർഗം ഈ തെളിഞ്ഞ വിശ്വാസത്തിലൂടെ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത നിർഭയമായ മനസ്സിന്റെ ഉടമസ്ഥരാകാൻ കഴിയുന്നതിലൂടെയാണ്. ഈ ഒരു സംഘം, നമുക്കറിയാം, ഈ സ്ഥാപനവും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും നടത്തുന്നത് KNM മർക്കസുദ് ദഅവ, ഈ സംഘത്തിൻ്റെ, ഈ പ്രബോധക സംഘത്തിൻ്റെ ഏറ്റവും വലിയ ആദർശം കറകളഞ്ഞ തൗഹീദിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ, അല്ലാഹുവിൻ്റെ ഈ സന്ദേശങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ. വയഖ്ശൗനഹു, ആ അല്ലാഹുവിനെ അവർ ഭയപ്പെടുന്നു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ പേടിക്കുകയില്ല. ഇത് വിശ്വാസത്തിന്റെ ഈ ധൈര്യവും സ്ഥൈര്യവും, നിഷ്കളങ്കമായ ഈ ഈമാൻ ഉണ്ടായാലേ നമുക്ക് ഊർജവും ഉശിരും ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് തലകുനിക്കേണ്ടി വരില്ല, ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല, കൂടോത്രത്തെ ഭയപ്പെടേണ്ടി വരില്ല, കണ്ണേറിനെയും കരിനാക്കിനെയും നമ്മൾ പേടിക്കേണ്ടി വരില്ല. ഒരു കരിമ്പൂച്ച നമ്മൾ ഓടിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുമ്പിലൂടെ കടന്നു പോയാൽ നമുക്ക് ഭയപ്പാടില്ല. കാരണം നമ്മൾ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകളാണ്. ഏതാ നോക്കൂ, ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ണേറിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. കൃഷിയിടങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കരിങ്കണ്ണ ഇത് നോക്കൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയാണ്? എൻ്റെ വിളഞ്ഞു നിൽക്കുന്ന തോട്ടത്തെ നീ നോക്കല്ലേ, ഈ രൂപത്തെ നീ നോക്കൂ. വീട് നിർമ്മിക്കുമ്പോഴും ചിലരൊക്കെ ഇതുപോലെ എഴുതി വെക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്. കരിങ്കണ്ണ, കണ്ണേറ് തട്ടുന്നില്ല, പേടിയാണ്. വീട് ശരിക്കാകാതെ പോകുമോ, കൃഷിയൊക്കെ നശിച്ചു പോകുമോ എന്ന പേടി. കൃഷി നൽകുന്നവൻ ആരാണ്? അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, അഫറഅയ്തും മാ തഹറുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങൾ കൃഷി ചെയ്യുന്നു, അത് ചെയ്യണം. നിങ്ങൾ നിലമൊരുക്കണം, വിത്ത് വിതക്കണം, വെള്ളവും വളവും ഒക്കെ കൊടുക്കണം, അതിനെ സംരക്ഷണമൊക്കെ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കോളൂ. നിങ്ങൾക്ക് വിളവുകൾ നൽകുന്നത്, സമൃദ്ധി നൽകുന്നത്, ഐശ്വര്യം നൽകുന്നത് ആരാണ്? ഈ വിളവുകൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നവനാരാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിൽ നിന്നും, ഒരു വ്യക്തിയിൽ നിന്നും, ഒരു വസ്തുവിൽ നിന്നും, ഒരു വസ്തുതയിൽ നിന്നും നമുക്ക് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല. ഇവർക്കൊന്നും നമുക്ക് ഒരു ഉപകാരവും ചെയ്തു തരാൻ കഴിയില്ല എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയും അസ്ഥിവാരവും അത് നമ്മുടെ ഹൃദയാന്തരാളത്തിലുണ്ടോ, നമ്മൾ നിർഭയരായി എന്തിനു പേടിക്കണം? ആരെയും പേടിക്കേണ്ടതില്ല. ഈ നിർഭയത്വമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തേത്, നമുക്കറിയാം, ജീവിതം എന്ന് പറഞ്ഞാൽ വെറും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ചിരിയും മാത്രമല്ല. സന്തോഷവും സന്താപവും ഉണ്ടാകും, കണ്ണീരും പുഞ്ചിരിയും ഉണ്ടാകും.
പൊട്ടിക്കരച്ചിലുകളും പൊട്ടിച്ചിരിയും ഉണ്ടാകും. നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നവനാരാണ്? നമ്മളെ പൊട്ടിക്കരയിപ്പിക്കുന്നവനാരാണ്? ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നവനാരാണ്? പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ചിലപ്പോൾ രോഗങ്ങളും തളർച്ചകളും ഉയർച്ചയും പുരോഗതിയും സമൃദ്ധിയും നൽകുന്നവനാരാണ്? അവൻ ഏകനായ അല്ലാഹുവാണ് എന്ന ഈ വിശ്വാസം, ഈ നിർഭയത്വം ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം അവൻ സന്തോഷവാനും സംതൃപ്തനുമായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടാകണമെന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരീക്ഷണഘട്ടങ്ങളിൽ പതറാതെ തളരാതെ നിൽക്കണം. ഖുർആൻ വിശ്വാസികളോട് പറയുന്നത് എന്താണെന്നോ? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ എന്ത് വേണം? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ആ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് പറയും. തവക്കുൽ, അതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ അത്താണി. എന്ത് വന്നാലും അതിലെല്ലാം നന്മയുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അതിശയമാകുന്നു. റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യവും അവന് നന്മയായി ഭവിക്കും. ഇദാ അസാബത്തുഹു ളറാഉ സ്വബറ ഫകാന ഖൈറൻ ലഹു, ജീവിതത്തിൽ ഒരു ദുരന്തം, ഒരു ദുരിതം, ഒരു പ്രയാസം, ഒരു പരീക്ഷണം, ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഒരു മുഅ്മിൻ അസ്വസ്ഥനാവുകയില്ല. സ്വബറ, അവൻ ക്ഷമിക്കും, പടച്ചവനെ ഓർക്കും, അവന്റെ അനുഗ്രഹത്തെ വീണ്ടും പ്രതീക്ഷിക്കും. സ്വബറ, അവൻ ക്ഷമിച്ചു. ഫകാന ഖൈറൻ ലഹു, ആ സ്വബർ അവന് നന്മയായി ഭവിക്കുന്നു. വഇദാ അസാബതഹു സറാഉ ശകറ, അവന് ജീവിതത്തിൽ അനുഗ്രഹമുണ്ടായാൽ, സന്തോഷങ്ങൾ ഉണ്ടായാൽ അവൻ അല്ലാഹനെ മറക്കൂല. ശക്കറ, ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി ഭവിക്കും. സ്വബറും ശുക്റും ജീവിതത്തിന്റെ ചേരുവകളായി ചേർത്ത് വെച്ച് ഒരു വിശ്വാസി മുന്നോട്ട് പോകുമ്പോൾ ജീവിതം മുഴുവൻ അനുഗ്രഹമായി അവന് മാറുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെയൊരു മനസ്ഥിതി മറ്റാർക്കുണ്ടാകും? വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ ഇങ്ങനെയുള്ളൊരു മനസ്ഥിതി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല എന്നുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്കുണർത്താനുള്ളത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അബ്ശിറൂ വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് ഗുണകരമാണ്, പുണ്യമാണ്. വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് പുണ്യമാണ്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് പെയ്തിറങ്ങാൻ ഇടയാകുന്ന ഒരു കാര്യമാണ്. ഖുർആൻ ഓതപ്പെടുന്ന സദസ്സുകളിലും സന്ദർഭങ്ങളിലും മൗനം പാലിച്ചത് ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ഖുർആൻ പാരായണം ചെയ്താൽ അത് പുണ്യമാണ്. അത് മനഃപ്പാഠമാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ പുണ്യകരമായ കാര്യമായി റസൂലുള്ള നമുക്ക് വിശദീകരിച്ചു തന്നു. ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ, പരിചിന്തനം നടത്തുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്ത് വേണമെന്നോ, ഖുർആനിൽ അവതീർണമായ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അബ്ശിറൂ വഅബ്ശിറൂ അലൈസ തശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നീ റസൂലുള്ളാഹ്, നിങ്ങൾ ഷഹാദത്ത് ചൊല്ലുന്നില്ലേ എന്നാ റസൂൽ ചോദിച്ചത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഖാലു, സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതെ, ഞങ്ങൾ സത്യസാക്ഷ്യ വചനങ്ങൾ നെഞ്ചേറ്റിയ ആളുകളാണ്.
ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, ഫഇന്ന ഹാദൽ ഖുർആൻ സബബുൻ, ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്ന ഒരു പിടിവള്ളിയാണ്, ഇതൊരു സബബാണ്, ഒരു കയറാണ്, ഒരു പാശമാണ്. അൽ ഉർവത്തുൽ വുസ്ഖ, ബലിഷ്ഠമായ ഒരു കയറാണിത്. അതിൻ തറഫുഹു ബിയദില്ലാ, അതിൻ്റെ ഒരറ്റം അല്ലാഹുവിൻ്റെ കയ്യിലാണ്. വതറഫുഹു ബിഐദീകും, ഖുർആനിൻ്റെ മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലാണ്. അതിനാൽ എന്ത് വേണം? ഫതമസ്സകൂ ബിഹി, ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിൻ്റെ ഒരറ്റം പഠിച്ചവന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ജീവിച്ചു തുടങ്ങി മരണം വരെ ഖുർആനിൻ്റെ ആ പിടിവള്ളിയിൽ പിടിച്ചു തൂങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും നിങ്ങളുടെ കാലടികൾ എങ്ങനെ എടുത്തു വെക്കണം എന്നതിനെ കുറിച്ചെല്ലാം ഖുർആൻ നിങ്ങൾക്ക് സംസാരിച്ച് തരുന്നുണ്ട്. ഫഇന്നകും ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കാനിടയാവുകയില്ല. വലൻ തഹ്ലികു അബദാ, ഒരിക്കലും നിങ്ങൾക്ക് നാശം ഭവിക്കുകയില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഇങ്ങനെയായിരിക്കണം ഖുർആനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇഖ്റ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി അവതരിച്ച പഞ്ചസൂക്തങ്ങളുടെ ആരംഭത്തിലെ കെലിമത്താണ്. ഈ ഒരു കെലിമത്താണ് ശരിക്ക് ഒരു വലിയ സമൂഹത്തെ മാറ്റുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഖുർആൻ ഉണ്ടാകും. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ ഓരോ ഇടപഴകലുകളിലും ഇടപാടുകളിലും അതുണ്ടാകണം. ഖുർആനിൻ്റെ വെളിച്ചം, ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ. നോക്കൂ, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഏത് വീട്ടിലേക്കും കയറി ചെല്ലാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഖുർആനുണ്ട്. നമ്മൾ എങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലണം എന്ന് പഠിപ്പിച്ചുകൊണ്ട്, നമ്മൾ ഒരു വ്യക്തിയെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, ഫൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ, നിങ്ങൾക്ക് ഒരു അഭിവാദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രത്യഭിവാദ്യം ചെയ്യണം. ഖുർആൻ അവിടെ ഇടപെടുന്നുണ്ട്. ഒരു വ്യക്തിയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നിടത്തേക്ക് ഖുർആൻ കടന്നു വരുന്നുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, നിങ്ങൾ ഘോഷ്ടി കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരെ അപഹസിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി ഇകഴ്ത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ പെരുമാറരുത്. അത്തരക്കാർക്ക് നാശം. നമസ്കാരത്തിൻ്റെ കാര്യം വിശദമായി ഖുർആനിലില്ല, സക്കാത്തിൻ്റെ കാര്യം വിശദമായി ഖുർആനിലില്ല, നോമ്പിൻ്റെ കാര്യം വിശദമായി ഖുർആനിലില്ല, ഹജ്ജ് കർമ്മങ്ങളെക്കുറിച്ച് വിശദമായി ഖുർആനിലില്ല, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. ആരാധനാകാര്യങ്ങൾ, അനുഷ്ഠാന കാര്യങ്ങളെക്കാൾ കൂടുതൽ പിന്നെ എന്താണ് ഈ ഖുർആനിലുള്ളത്? അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗവും ഈമാനിനെ കുറിച്ച്, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച്, തൗഹീദിനെ കുറിച്ചാണ്. മറ്റൊരു ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. പിന്നെയുള്ളത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മുടെ കൂടെ ഖുർആനുണ്ട്. ആ കയറ് വള്ളി നമ്മൾ പിടിക്കണം. ആ സന്ദർഭത്തിൽ നോക്കൂ, ടേബിൾ മാനേഴ്സ്, ഭക്ഷണ മര്യാദകൾ, ഒരുപാട് ഉപചാരങ്ങളെ, നല്ല ശീലങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇസ്ലാം. അതിലധികവും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒറ്റക്കും തിന്നാം, എന്നാൽ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അതിലാണ് ബർക്കത്തുള്ളത്. നമ്മുടെ വീടകങ്ങളിൽ ഒരുമിച്ചിരുന്ന് തിന്നുന്നുണ്ടോ? ഒപ്പം നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വീട്ടിൽ ഉമ്മയും ഉപ്പി കുട്ടികളൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര നേരം ഉണ്ടാകും? പെരുന്നാൾക്ക് ഉണ്ടാകും ചിലപ്പോൾ, കഴിയുന്നത്ര. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബർക്കത്ത് വേണോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്നാ പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്.
സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ എങ്ങനെയാകണം? സഹോദരികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വസ്ത്രധാരണത്തെക്കുറിച്ച് സ്ത്രീകളുടെ ഡ്രസ് കോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മാന്യമായി മറക്കുന്ന രീതിയിലായിരിക്കണം സ്ത്രീകളുടെ വസ്ത്രധാരണം. വസ്ത്രം അങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. വസ്ത്രം ധരിക്കുമ്പോൾ പടച്ചോനിറക്കി തന്ന പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ടാകണം. ഓർമ്മ വേണം, മറ്റേ അറ്റം പടച്ചോന്റെ കയ്യിലാണ് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റുന്ന വ്യക്തി ജീവിതത്തിൽ നോക്കൂ, വിശുദ്ധി, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അംഗശുദ്ധി വരുത്തേണ്ടതിനെ കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശദരൂപം റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിൽ, കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹവും പരസ്പര സഹകരണവും പരസ്പര സഹവർത്തിത്വവും നിലനിൽക്കുന്നതിനെ കുറിച്ച് എത്ര ആയത്തുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായികളായി മാറുക. നമ്മുടെ രക്ഷ അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. പിന്നെ പറയുന്നത് എന്താണെന്നോ, വഅ്തസിമൂ, നിങ്ങൾ മുറുകെ പിടിക്കണം, ബിഹബ്ലില്ലാ, അല്ലാഹു ഇറക്കി തന്ന ആ പിടിവള്ളിയെ, ജമീഅൻ, ഒന്നടങ്കം, വലാ തഫറഖൂ, ആ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ്. ഖുർആനിനെ മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് ഖുർആൻ പറയുന്ന ഈ ആഹ്വാനം നമ്മൾ നെഞ്ചേറ്റുക സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പകർത്താനും അത് പ്രചരിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.